നമ്മുടെ കോട്ടയത്ത് ഇപ്രാവശ്യത്തെ ഫ്ലവർ ഷോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഫ്ലവർ ഷോ കാണാൻ പോകാമെന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്തത്, ഇന്ന് സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ നമുക്ക് വേഗം കാഴ്ചകളിലേക്ക് പോകാം. അങ്ങനെ നമ്മളിതാ നാഗമ്പടത്ത് എത്തിയിട്ടുണ്ട്. അമ്മയും അച്ഛനും ഞാനും ചേട്ടനും കൂടിയാണ് പോയത്. ഇത് ഒരു എൻട്രൻസ് ആണിത്. ഇതുപോലെ തന്നെ അപ്പുറത്തും ഉണ്ട് എൻട്രൻസ്. നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് വഴിയും എൻട്രൻസ് ഉണ്ട് കേട്ടോ. പക്ഷേ ടിക്കറ്റ് കൊടുക്കുന്ന ഇവിടെയാണ്. നമ്മൾ ഇതുവഴി കയറിയിട്ട് അപ്പുറം വഴി ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലെത്തി. 90 രൂപയാണ് ടിക്കറ്റ് ചാർജ്. 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട. 3 വയസ്സിന് മേളിലോട്ടുള്ള കുട്ടികൾക്കൊക്കെ 90 രൂപ തന്നെയാണ് ടിക്കറ്റ് ചാർജ് കേട്ടോ. പിന്നെ ഇവർ കൂടുതലായിട്ട് പാർക്കിംഗ് സ്പേസ് വേണ്ടുന്ന സമയത്ത് ഹോട്ടൽ ഗ്രീൻ പാർക്കിൻ്റെ ഗ്രൗണ്ടിൽ പാർക്കിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പതുക്കെ അകത്തെ കാഴ്ചകളിലേക്ക് ഒന്ന് ഓടിച്ചു വിട്ട് കാണാം കേട്ടോ. കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ നേരിട്ട് തന്നെ പോയി കാണുക കേട്ടോ. അപ്പോഴായിരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുക. കാരണം മെയിൻലി ഞാൻ ഫോണിൽ എടുക്കുന്നതുകൊണ്ടും ഈ ഷെയ്ഡിനകത്ത് നിൽക്കുന്നതുകൊണ്ടും ഇടയ്ക്കിടയ്ക്ക് ലൈറ്റിൻ്റെ റിഫ്ലക്ഷനും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇവർ മാക്സിമം വെള്ളക്കെട്ട് ഒഴിവാക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ നടക്കുമ്പോൾ നമുക്കറിയാം വെള്ളം കെട്ടി നിൽപ്പുണ്ട്. താഴെയൊക്കെ ചരലിട്ടിട്ടുണ്ടെങ്കിലും വെള്ളം കെട്ടി നിൽപ്പുണ്ട് കഴിഞ്ഞ ദിവസത്തെ മഴയിൽ. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നാഗമ്പടം സ്റ്റാൻഡിൻ്റെ ഇപ്പുറത്തെ ഗ്രൗണ്ട് കുളമാകും എന്നുള്ളത് ഉറപ്പാണ്. അതൊരു നമുക്കാകെ കോട്ടയത്ത് ഉള്ള ഒരു നല്ല ഗ്രൗണ്ട് എന്ന് പറയാനായിട്ട് നാഗമ്പടത്തെ ഈ ഒരു ഗ്രൗണ്ടാണ്. പക്ഷെ ഒറ്റ മഴ പെയ്താൽ കുളമാകും. നമ്മൾ തെന്നി വീഴുന്ന ടൈപ്പ് ചള്ള വരുവോടെ സൂക്ഷിച്ച് വേണം നടക്കാൻ. അപ്പോൾ എന്തായാലും ഇവർ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് മെറ്റലൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് നടക്കാനുള്ള വഴി മെറ്റലിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇതിനുള്ളിൽ കുറേ മൃഗങ്ങൾ നിൽപ്പുണ്ട് കേട്ടോ. കുതിര, പശു, ആന, അതുപോലെ കാട്ടുപോത്ത്, സീബ്ര, കാണ്ടാമൃഗം, അങ്ങനെ കുറേ മൃഗങ്ങളെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികളെ കൊണ്ട് വരുന്നവർക്ക് നല്ല എൻജോയ്മെൻ്റ് ആയിരിക്കും കേട്ടോ. ആ കുട്ടികൾക്ക് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരിക്കും. ഈ ഒരുപാട് സ്ഥലത്ത് നിന്ന് അവർക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റും. ശരിക്കും ഒറിജിനൽ തോറ്റു പോകുന്ന രീതിയിലുള്ള പ്രതിമകളാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ സാധനങ്ങളും. ഇവിടെ ഒരു 2 ആന നിൽപ്പുണ്ട് കേട്ടോ. ആ 2 ആനയെ കണ്ട സമയത്താണ് എനിക്ക് തോന്നിയത് ഇത്രയും നല്ല ബെറ്ററായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ആർട്ടിസ്റ്റുകൾ നമ്മുടെ നാട്ടിലുള്ള സമയത്താണ് ഗുരുവായൂർ കൊണ്ടുപോയി ഗുരുവായൂർ കേശവൻ എന്ന പേരിൽ നല്ലൊരു ആനയെ അവർ ഉടച്ചു കളഞ്ഞിട്ട് ഒരു ഓഞ്ഞ ടൈപ്പ് ആനയെ ഇപ്പം ഗുരുവായൂർ കൊണ്ട് പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്നത്. ഇതിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തൊരു ചന്തമാണ് കാണാമെന്നറിയോ. പക്ഷേ ഗുരുവായൂർ ആനയെ കണ്ടപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടം വന്നുപോയി. അത്രയും നല്ല തലയെടുപ്പുള്ള ഒരു ഗുരുവായൂർ കേശവൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രതിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കരഞ്ഞു പോകും. ഗുരുവായൂർ കേശവൻ എന്ന ആനയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും മനസ്സിൽ ഇപ്പോൾ ഉള്ള ഒരു വലിയൊരു നോവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ആ ഒരു പ്രതിമ എന്ന് പറയുന്ന സാധനം, അതിൻ്റെ അടുക്ക പോയി നമുക്ക് ഫോട്ടോ എടുക്കാൻ പോലും നാണക്കേടാണിപ്പോൾ. ഇവിടെയും ഒരു അടിപൊളി ആന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഗോവിന്ദൻകുട്ടി എന്ന് പേരൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ഒറിജിനാലിറ്റി അല്ലേ. അതിൻ്റെ കണ്ണൊക്കെ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടം വരെയുള്ള ആ ഒരു ഫ്ലവറിൻ്റെ ഷോ കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പം സ്റ്റാളുകളിലേക്കാണ് പോകുന്നത്. സ്റ്റാളിൽ ആദ്യമായിട്ട് ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ വുഡ് വേരുകളുടെയൊക്കെ ഒരു സെക്ഷനാണ്. അത് വെച്ചിട്ട് പോളിഷൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് പിന്നെ വെജിറ്റബിൾസ് കൊണ്ടിട്ട് ഓരോ സാധനങ്ങൾ, ഓരോ കോഴി, ഓന്ത്, ദിനോസറ, അങ്ങനെ പല സാധനങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് കുറേ സ്റ്റാളുകളുണ്ട്. പിന്നെ ഇതിനകത്ത് ഏറ്റവും എനിക്ക് ഒരു അട്രാക്ഷൻ തോന്നിയ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാജേഷ് എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ ഈർക്കിൽ വെച്ചിട്ട് കുറേ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ആമ, ഡിനോസർ, വീടുകൾ, അതുപോലെ തന്നെ വലിയൊരു കപ്പൽ, മുതല, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഈർക്കിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നോക്കണം നിങ്ങൾ, ഓരോ കുഞ്ഞു കുഞ്ഞു ഈർക്കിലുകളും എടുത്തിട്ട് അത് ഇങ്ങനെ സെറ്റ് ചെയ്ത് പോളിഷ് ചെയ്ത് ഉണ്ടാക്കണമെങ്കിൽ എത്ര അധ്വാനമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അത്ര ഒരു അടിപൊളിയായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫിനിഷിംഗ് ഒക്കെ നല്ല അടിപൊളിയാണ്. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ അക്ഷരം തെറ്റാതെ കലാകാരെന്ന് വിളിക്കാൻ പറ്റും കേട്ടോ. അത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഈ മുതലേ നിങ്ങൾ നോക്കിയേ, അത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ്. എക്സ്ട്രാ ഒരു 20 രൂപ കൊടുക്കണമെന്നേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് നടന്ന് ചെന്നപ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട ഒരു സ്ഥലത്ത് ഞാൻ എത്തിയത്. നമ്മുടെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള കുറേ വിത്തുകളും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു സ്ഥലം. എല്ലാ എക്സിബിഷൻസിലും കാണുമല്ലോ ഇങ്ങനെയൊരു സ്ഥലം. ഇതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് കേട്ടോ. ഇവിടുന്ന് കുറച്ച് ചോളം, അതുപോലെ അകത്തിച്ചീര, അതിൻ്റെയൊക്കെ കുറച്ച് വിത്തുകളൊക്കെ മേടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പതുക്കെ അങ്ങോട്ട് നീങ്ങി. പിന്നെ കുറേ അച്ചാറിൻ്റെ ആസ് യൂഷ്വൽ നമ്മൾ കാണുന്ന കുറേ സ്റ്റാളുകളുണ്ട്.
സ്റ്റാളുകളെല്ലാം വായി നോക്കി ഇങ്ങനെ നടന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പോഴാണ് അവിടെ വനിതാ കുടുംബശ്രീയുടെ ഫുഡ് കോർട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കുറേ ചേച്ചിമാരിരുന്ന് വരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചെന്ന് ഓരോരുത്തരുടെയും പിക്ചേഴ്സൊക്കെ ഇങ്ങനെ നോക്കി. അപ്പോൾ എല്ലാവരും നല്ല എൻജോയ് ചെയ്തിട്ട് വരയ്ക്കുന്നുണ്ട്. അവർക്കൊരു തീം കൊടുക്കും. ആ തീം വെച്ചിട്ട് ഫ്ലവേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ആ ഫ്ലവേഴ്സിൻ്റെ ഓരോരുത്തരുടെയും മൈൻഡിൽ തോന്നുന്ന രീതിയിൽ വരയ്ക്കുക. അപ്പോൾ അങ്ങനെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വരയ്ക്കുന്നുണ്ട് കേട്ടോ. നല്ല സെറ്റായിട്ട് വരയ്ക്കുന്നുണ്ട് എല്ലാവരും. പിന്നെ അതിൽ ഒന്ന് രണ്ട് ചേച്ചിമാരോട് ഞാൻ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മളിതാ വെളിയിൽ ഇറങ്ങി നോക്കുമ്പോൾ ഉണ്ട് അതാ ഫുള്ളൊരു ഗാർഡൻ സെറ്റപ്പിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിറയെ നിൽക്കുന്നത് പൂച്ചെടികളാണ് കേട്ടോ. ഇനിയിപ്പം നമുക്ക് അറിയാം വേനലാണ്, സമ്മറിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പൂവുണ്ടാകുന്ന സമയമാണ്. ഇഷ്ടം പോലെ റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസിൻ്റെ കളിയാണ് അവിടെ. അപ്പോൾ റോസ് ലവേഴ്സ് എല്ലാവർക്കും ഈ ഒരു ഫ്ലവർ ഷോയിലേക്ക് പ്രത്യേകിച്ച് സ്വാഗതം. കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ള കളേഴ്സ് കംപ്ലീറ്റ് ഇവിടെ ഉണ്ട്. ഒരുപാട് കളേഴ്സ്, റെയർ കളേഴ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം വരുന്ന സമയത്തെല്ലാം വിറ്റ് പോകും കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രയും വേഗം ഈ ഒരു 2-3 ദിവസത്തിനകമായിട്ട് ചെന്ന് കാണാനായിട്ട് നോക്കുക. അപ്പോൾ പിന്നെ പോകുന്നതനുസരിച്ച് അവർ ഇറക്കായിരിക്കും കേട്ടോ, എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഒരുപാട് പൂച്ചെടികളുണ്ട്. റോസ് ഇഷ്ടം പോലെയുണ്ട്. എനിക്കതെല്ലാം വാരിക്കൂട്ടി വീട്ടിൽ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ നടക്കത്തില്ല. അപ്പോൾ 70 രൂപ 100 രൂപയൊക്കെയാണ് റോസിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് എല്ലാം. അതുപോലെ ജെർബറ, ചെമ്പരത്തി, ഡാലിയ, സീനിയ, അതുപോലെ തന്നെ കുറേ ജമന്തിയുടെ കുറേ വെറൈറ്റീസ് ഉണ്ട്. എല്ലാ പ്ലാന്റ്സും ഉണ്ട് കേട്ടോ, എല്ലാ പ്ലാന്റ്സും ഉണ്ട്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിൽ വലിയൊരു നേഴ്സറി അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ കുറേ പച്ചക്കറി തൈകളുണ്ട് കേട്ടോ. എല്ലാ പച്ചക്കറി തൈകളും ഉണ്ട്. മുളകുണ്ട്, കാന്താരി ഉണ്ട്, അതുപോലെ ക്യാരറ്റ്, കോളിഫ്ലവർ, ക്യാബേജ്, ബീറ്റ്റൂട്ട്, അങ്ങനെ എല്ലാത്തിൻ്റെയും തൈകൾ ഇവിടെ വെച്ചിട്ടുണ്ട് വിൽക്കാനായിട്ട്. അപ്പോൾ ഗാർഡനെ ഇഷ്ടപ്പെടുന്ന, ചെടികളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ വേഗം ഫ്ലവർ ഷോയിലേക്ക് വന്നോളൂ. നിങ്ങൾക്ക് കിട്ടാതിരിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഈ ഫ്ലവർ ഷോ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ കിട്ടും കേട്ടോ. അപ്പോൾ 31st വരെയേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ വെക്കേഷൻ ആയി കഴിഞ്ഞു. കുട്ടികളെയും കൊണ്ട് വന്നിട്ട് എൻജോയ് ചെയ്തിട്ട് പോകട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.